അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും ഇപ്പം നോക്കിയ പ്രശ്നമാണ് മോദിജിക്ക്. ഇനി ധ്യാനം ഇരുന്നിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കന്യാകുമാരിയിലേക്ക് ധ്യാനമിരിക്കാൻ പോയിരിക്കുകയാണ് അദ്ദേഹം. വ്യാഴാഴ്ച വൈകിട്ട് നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തും. മോദിജിയുടെ ഓരോ കളികളും വെളിച്ചത്ത് വരാൻ തുടങ്ങി. അതുകൊണ്ടാവും പെട്ടെന്ന് ഇങ്ങനൊരു തോന്നൽ. അതോ ആരെങ്കിലും പേടിച്ചോടി ഒളിക്കുകയാണോ എന്നും പറയാൻ പറ്റില്ല. ഇന്നലെ താൻ വളർന്നു വന്ന ജീവിത സാഹചര്യം ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ മിരാസ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ കുട്ടിക്കാലത്ത് കപ്പുകളും പ്ലേറ്റുകളും കഴുകി ചായ വിളമ്പിയുമാണ് താൻ വളർന്നത്. ദളിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ജീവിതം എന്നായിരുന്നു മോദി പ്രസംഗിച്ചിരുന്നത്. എന്നാൽ തൻ്റെ ജീവിതം സമ്പന്നർക്ക് മാത്രമായിട്ട് നീക്കിവെച്ചിരിക്കുകയാണ് അദ്ദേഹം എന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി 22 പേരുടെ 16 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുത്തള്ളിയെന്നാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ദുരിതം നേരിടാൻ ഇതുവരെ 900 കോടി നൽകുമെന്നും സാധിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴെല്ലാം അദ്വാനിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനികളിൽ ഓഹരി വില ഉയരുകയാണ് എന്ന് രാഹുൽ പരിഹസിച്ചു. അതിനിടെ ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാവുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്നും മോദി ആവർത്തിച്ചു. മുങ്ങിത്താഴ്ന്ന ഒരാൾക്ക് ആരും തന്നെ വോട്ട് ചെയ്യില്ല. സർക്കാർ രൂപീകരിക്കും എന്നുറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാർ വോട്ട് ചെയ്യൂ എന്ന് മോദി മനസ്സിലാക്കണം. സർക്കാർ രൂപീകരിക്കുമെന്നുറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാർ വോട്ട് ചെയ്യൂ എന്ന് മോദി മനസ്സിലാക്കിയിരിക്കണം. മോദിയുടെ തകർച്ചകൾക്ക് ഒരു തുടക്കം കുറിക്കുകയാണ് ഇതോടെ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.